ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങളെ മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിലേക്ക് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് അമ്മ കഥാപാത്ര നിരൂപണം. അല്ലേ, കഥാപാത്ര നിരൂപണം നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് മലയാളം ഫസ്റ്റ് എന്നും സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അമ്മ കഥാപാത്ര നിരൂപണം. അല്ല മക്കളെ, നമ്മുടെ മാധവിക്കുട്ടിയുടെ തണുപ്പ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിനെടുത്ത നമ്മുടെ അമ്മ എന്ന് പറയുന്ന കഥ. ഇപ്പോൾ അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ എന്തെഴുതാനാണ് ചോദ്യം വരിക? കഥാപാത്ര നിരൂപണം എഴുതുക. കഥാപാത്ര നിരൂപണം. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് പഠിച്ചാലോ? വാ. കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അല്ലേ, അമ്മ നോക്കിയാലോ. അമ്മയുടെ നല്ല കാലമെല്ലാം അമ്മ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ജീവിതത്തിൽ എത്രയോ അഴുക്കു തുണികൾ കഴുകി കഴിഞ്ഞിരിക്കുന്നു, എത്രയോ വിഭവങ്ങൾ വെച്ചു വിളമ്പി കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ താൻ മാത്രം ബാക്കിയായി തൻ്റെ ഏകാന്തതയിൽ പങ്കുചേരാനും തൻ്റെ വേദനകളിൽ തനിക്ക് സാമൂഹ്യം ആകുന്നതിനും തൻ്റെ മക്കൾ അടുത്തു വേണമെന്നും അമ്മ ആഗ്രഹിക്കുന്നു. പോയിന്റ് എന്താണ് മക്കളെ? ചെറുപ്പകാലം മുതലേ താഴെ വെച്ചാൽ ചെറിയ പേനരിക്കും, തലയിൽ വെച്ചാൽ താഴെ വെച്ചാൽ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ പേനരിക്കും എന്നല്ലേ നിങ്ങളെ ഞാൻ വളർത്തിയതെന്ന് പറഞ്ഞ അമ്മയെ വലുതായി കഴിയുമ്പോൾ ജോലിയൊക്കെ കിട്ടി വിദേശത്തേക്ക് പോകുമ്പോൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയുടെ വേദന കാണാം. അല്ലേ, കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നെന്താണ്? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയുടെ വേദന. അല്ലേ, മക്കളുടെ തുണിയിളക്കി അവർക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുത്തില്ലേ, ഊണുകൾ എത്രയോ ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് ജോലി കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, അവരെ സ്നേഹിച്ചു. അല്ലേ, ഓ ഓ ഓ ഓ എന്ന് പറഞ്ഞ് ചെറിയ മക്കളാകുമ്പോൾ അമ്മമാർ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ഉറക്കൂലേ, അതേപോലെ വാത്സല്യവും ലാളനയും കൊടുത്ത് വളർത്തിയ ഒരു അമ്മയെ നമുക്കിവിടെ കാണാം. മക്കളെ വളർത്തിയ അമ്മ. ഇപ്പം സ്നേഹനിധിയായ അമ്മ, സഹിക്കുന്നവളായ അമ്മ, ത്യാഗം സഹിക്കുന്ന അമ്മ, മക്കളെ സ്നേഹിക്കുന്ന അമ്മ, ഉപേക്ഷിക്കപ്പെട്ടിട്ടും ആ വേദന മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാത്ത അമ്മ. അല്ലേ, ആ പാൽക്കാരനോടോ ഡോക്ടറോടോ ആ പോലീസുകാരനോടോ ആ ടാക്സി ഡ്രൈവറോടോ പോലും അമ്മ മക്കളെക്കുറിച്ച് കുറ്റം പറയുന്നില്ല. ആരുടെ മുമ്പിലും എൻ്റെ മക്കൾ ചെറുതാകാൻ പാടില്ല എന്ന വിശാല ഹൃദയം അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ടാക്സി ഡ്രൈവറോട് അവസാനം പറഞ്ഞത്, നിങ്ങൾ പോയിക്കോളൂ, എൻ്റെ മക്കൾ ഇത് കണ്ടാൽ പേടിക്കും, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നില്ല കഥയുടെ അവസാനം ടാക്സി ഡ്രൈവറോട്. അത്രയും ഹൃദയത്തിൽ നന്മയും വിശുദ്ധിയും സൂക്ഷിക്കുന്ന കഥാപാത്രമായി അമ്മ മാറുന്നു. നമ്മുടെ റോക്കി ബായ് KGF പറയുന്നില്ലടാ, അല്ലേ, അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല ഗഗനം നീ. ആ പാട്ടൊക്കെ ഇല്ലേ, അതേപോലെ തന്നെയാണ് പോരാളിയാണ് ഈ കഥയിലെ അമ്മ. എല്ലാം ഉള്ളിൽ സഹിക്കുന്നവൾ. ബാക്കി നോക്ക് മക്കളെ. മക്കളെ കുറ്റം പറയാതിരിക്കാൻ, മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതിരിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട്. മക്കളെ കുറ്റം പറയുന്നില്ല, പരാതിയോ പരിഭവമോ അമ്മക്കില്ല. അല്ലേ, തന്നെ ചെറുപ്പത്തിൽ പനി പിടിച്ച് കിടന്നപ്പോൾ 10 വയസ്സുള്ള മകൻ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ആ പഴയ കാലത്തെ അമ്മ ഓർത്ത് വെറുതെ ചിരിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ആ സ്നേഹം തിരിച്ചു കിട്ടില്ല എന്നറിയുമ്പോഴുള്ള മക്കളുടെ സ്നേഹവും പരിചരണവും തിരിച്ചു കിട്ടില്ല എന്നറിയുമ്പോഴുള്ള അമ്മയുടെ വേദന ചിരിയായി മാറുന്നു. അപ്പോൾ പോലും മക്കളെ കുറ്റം പറയാത്ത ഒരു അമ്മയെ കഥാപാത്ര നിരൂപണത്തിൽ നിങ്ങൾക്ക് മനോഹരമായി എഴുതാൻ സാധിക്കില്ലേ? അമ്മമാരൊക്കെ അങ്ങനെയാടാ, മക്കൾ അമ്മമാരെ കുറ്റം പറയെങ്കിലും അമ്മമാർ മക്കളെ കുറ്റം പറയില്ല. എടാ, PTA മീറ്റിങ്ങിനും പേരൻസ് മീറ്റിങ്ങിനും സ്കൂളിൽ വന്നാൽ കുറ്റം പറയും, അത് വേറെ കാര്യം, പഠിക്കാത്തതുകൊണ്ട്. പക്ഷേ ഒരമ്മയും ഭൂമിയിൽ തൻ്റെ മക്കളെക്കുറിച്ച് മറ്റൊരാളോട് മോശമായി പറയില്ല. അതുതന്നെയാണ് ഈ കഥയിലെ അമ്മയിലും കാണാൻ സാധിക്കുക. എന്താണ്? എൻ്റെ മക്കളെ കുറ്റം പറയാത്ത, ഉപേക്ഷിക്കപ്പെട്ടിട്ടും ആ വേദന മനസ്സിലൊതുക്കുന്ന ഒരു അമ്മയെ കഥാപാത്രത്തിൽ കാണാം. തൻ്റെ വേദനകളിൽ കൈത്തലം അമർത്തി അമ്മയ്ക്ക് വേദനിക്കുന്നോ എന്ന് ചോദിച്ച കൊച്ചുബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ സമയത്തിൽ തന്നെ അമ്മയുടെ മനസ്സ് ചുറ്റിത്തിരിയുന്നു. അല്ലേ, പഴയ കാലത്ത് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ആ മക്കളുടെ പഴയ ചെറുപ്പകാലം മാത്രമാണ് അമ്മയുടെ ഓർമ്മയിൽ. പുതിയ കാലത്ത് അമ്മയെ ആരും നോക്കുന്നില്ല. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായി ഈ അമ്മ മാറുന്നു. കഥയുടെ അവസാനം ആളൊഴിഞ്ഞ ആ വീട്ടിൽ പായ പോലും വിരിക്കാതെ ആ ചുളുങ്ങിയ കൈവിരലുകളാൽ മുകളിലേക്ക് ഉയർത്തി അമ്മ അവിടെ ഒറ്റയ്ക്ക് ഏകാന്തമായി കിടക്കുന്നു. ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ മാനസിക വേദന അനുഭവിക്കുന്ന, മക്കളെക്കുറിച്ച് യാതൊരു പരാതിയോ പരിഭവമില്ലാതെ ഉള്ളിൽ സ്നേഹം മാത്രമുള്ള, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മാത്രം ഓർത്ത് ജീവിക്കുന്ന ഒരു പാവം കഥാപാത്രമാണ് നമ്മുടെ അമ്മ എന്ന് പറയാം. മക്കൾ എത്ര വളർന്നാലും അമ്മയ്ക്ക് തൻ്റെ മക്കൾ എന്നും കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. അല്ലേ, തൻ്റെ മക്കളെ കുറ്റം പറയാത്ത, മക്കളുടെ പഴയ
പഴയ കാലം ആലോചിച്ച് ജീവിക്കുന്ന ഒറ്റപ്പെടുന്ന കഥാപാത്രമായി നമുക്ക് അമ്മയെ കാണാം. അപ്പം മക്കളെ, അമ്മ എന്ന കഥാപാത്ര നിരൂപണം വന്നാൽ നിങ്ങളിതൊക്കെ ഉഷാറാക്കി എഴുതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. 7 മാർക്കിനോ 5 മാർക്കിനോ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അത് നിങ്ങൾ എഴുതി വെക്കുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.